ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾക്ക് അടുക്കള ജോലി എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ചെറിയ ഗ്രൈൻഡർ, ഒരു മിനി ഗ്രൈൻഡറാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ സംതൃപ്തി തോന്നിയ, നമുക്ക് വളരെ ഉപകാരപ്രദമെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റാണിത്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇത് എവിടെ കിട്ടും? നമുക്കിത് ഓൺലൈനിൽ ആമസോണോ ഫ്ലിപ്കാർട്ട് ഷോപ്സി പോലും ഓൺലൈനായി വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ ഈ പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറോടുകൂടിയ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയോടുകൂടിയ ഒരു മിനി ഗ്രൈൻഡറാണിത്. ഞാൻ ഈ വരുത്തിയിരിക്കുന്ന നീമ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഒരു ജപ്പാൻ നിർമ്മിത പ്രോഡക്റ്റാണ്. വളരെ കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ജാറാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് വെറ്റ് ഗ്രൈൻഡിങ് പറ്റില്ല, ജ്യൂസ് എടുക്കാൻ പറ്റില്ല, ചട്നി ഉണ്ടാക്കാനും പറ്റില്ല. പക്ഷെ നമുക്ക് ഡ്രൈ ഗ്രൈൻഡിങ്, നമുക്ക് ഏത് സ്പൈസസും, കുരുമുളക്, മഞ്ഞൾ, കാപ്പിപ്പൊടി, മുളക്, മല്ലി, ഏലക്ക, അങ്ങനെ ഏത് തരത്തിലുള്ള സ്പൈസസും നമുക്ക് വളരെ നേർമയായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിൽ ചെറിയൊരു ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കാൻ നമ്മുടെ വലിയ മിക്സിയാണ് എടുക്കുന്നത്. ആ മിക്സിയുടെ ജാറിലിട്ടാൽ പോലും വളരെ നേർമയായിട്ടുള്ള പൊടിയായി അത് കിട്ടാൻ ബുദ്ധിമുട്ടുമുണ്ട്. തരി ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. നമുക്കിത് വൃത്തിയാക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇനി നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു 150 വാട്ട് പവറുള്ള നല്ല ഒരു മോട്ടറാണ് ഇതിലുള്ളത്. അത് 240 വോൾട്ട് പ്രവർത്തിക്കുന്ന 150 വാട്ട് പവറുള്ള ഒരു നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയിലുള്ള ഒരു ഗ്രൈൻഡറാണിത്. ഇതിൻ്റെ മോട്ടർ വളരെ പവർഫുള്ളാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്രൈൻഡിങ് ഇത് വളരെ എളുപ്പമുള്ളതാക്കുന്നു. ഇപ്പം ഞാനിവിടെ ഇന്ന് നമുക്കിവിടെ കുറച്ച് മല്ലി ഒന്ന് പൊടിച്ച് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് കാപ്പിപ്പൊടി വറുത്ത് പൊടിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ വലിയ സക്സസ് ആയിരുന്നു അത്. നമുക്കിപ്പോൾ കുറച്ച് മല്ലി ഇതിനുള്ളിൽ പൊടിച്ചെടുത്ത് നോക്കാം. ഒരു പ്രസ് ബട്ടൺ സ്വിച്ചാണ് ഈ മിനി ഗ്രൈൻഡറിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മളിത് തുടർച്ചയായിട്ട് 40 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ മാത്രമേ നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. 40 സെക്കൻഡുകൾക്ക് ശേഷം ഒരു 2 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. കാരണം ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് ഇത് ചൂടാകാനുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല, നമ്മളിതിനകത്ത് കട്ടി കൂടിയ സ്പൈസസ്, മഞ്ഞൾ, അതുപോലെ കാപ്പിക്കുരു വറുത്തത് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൈൻഡർ ചൂടാകാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് നമ്മളൊരു 40 സെക്കൻഡ്, പരമാവധി കട്ടി കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു 2 മിനിറ്റ് ഒരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് വർക്ക് ചെയ്യിക്കാം. അപ്പം ഞാൻ ഈ ഗ്രൈൻഡറിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ മല്ലിയാണ് ഇടുന്നത്. ഈ മല്ലിയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു 75%, അതായത് ഒരു 75% പോർഷനിൽ നമുക്ക് മല്ലി ഇടാം. അതേസമയം നമ്മൾ മഞ്ഞൾ പോലെയുള്ള സാധനങ്ങളാണ് ഇടുന്നതെങ്കിൽ നമുക്ക് 1/2 ജാർ എന്നുള്ള രീതിയിൽ നമുക്കിതിന് ഉള്ളിൽ സാധനങ്ങൾ നിറയ്ക്കാം. അപ്പം ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ മല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. നമ്മളതിൻ്റെ ആ സീത്രൂ ആയിട്ടുള്ള കവറിട്ട് ലോക്ക് ചെയ്തു. അതിന് ലോക്കുണ്ട്, നന്നായിട്ട് അത് ലോക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പ്രസ് ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതെത്രമാത്രം നമുക്ക് മേളിൽ കൂടെ കാണാം, എങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ലിഡ് ഒന്ന് അൺലോക്ക് ചെയ്ത് ഒന്ന് നോക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടി പോലെ തന്നെ വളരെ നേർമയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മല്ലി എടുത്തതേ ഉള്ളൂ. ഹാർഡായിട്ടുള്ള മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ഏലക്ക പൊടിക്കാനായിട്ട് ഉപയോഗിക്കാം.
അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ കാപ്പിക്കുരു വറുത്ത് ഇതിനകത്ത് അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു. അത് നല്ല വിജയമാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് വളരെ ഫ്രഷായിട്ട് കിട്ടും. ഇപ്പം മല്ലിപ്പൊടിയുടെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല ഫ്രഷായിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ഈ ധാന്യങ്ങൾ പ്രത്യേകിച്ച് സ്പൈസസ് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. ഇത് ഓൺലൈനിൽ ഇതിൻ്റെ ശരിക്കുള്ള വില 1300 എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എങ്കിലും 599 രൂപയ്ക്ക് ഇത് കിട്ടും. പല മോഡലുകൾ ഇതിൻ്റെ ലഭ്യമാണ്. ഇതിൻ്റെ വോട്ട് അനുസരിച്ച്, അതിൻ്റെ പവർ അനുസരിച്ച്, ഇതിപ്പോൾ ഞാൻ അല്പം പവർ കൂടിയ മോട്ടോർ നോക്കി സെലക്ട് ചെയ്തതാണ്. 250-300 രൂപ മുതൽ ഒരു 800 രൂപ വരെ പല റേഞ്ചുകളിൽ, പല പ്രൈസ് റേഞ്ചിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കാരണം വളരെ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ, വാഷ് ചെയ്യാൻ, ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരു ചെറിയ ബ്രഷോ എല്ലാം വെച്ചിരുന്നാൽ ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ പാചക ജോലികൾ വളരെ എളുപ്പമാക്കാനായിട്ട് ഈ കൊച്ചു ഗ്രൈൻഡർ, ഈ മിനി ഗ്രൈൻഡർ നിങ്ങളെ സഹായിക്കും. ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിൽ പുതിയ ഒരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. എല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.